നമ്മളിൽ പലരും വിവാഹിതരാണ്. അത് അറേഞ്ച്ഡ് മാരേജുമാകാം, ലവ് മാരേജുമാകാം. ഈ രണ്ട് വിവാഹ രീതികളിൽ ഏത് രീതിയാണ് ബെറ്റർ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വിവാഹ മോചനത്തിന്റെ കാരണം ഈ രണ്ട് രീതികളിൽ ഏത് രീതിയാണ്? വിവാഹിതരും വിവാഹിതർ അല്ലാത്തവരുമായ ഒരുപാട് പേർ എനിക്ക് ചുറ്റുമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? ചേച്ചിയുടെ പേര് ഷാജിന. ഷാജിന. മാരീഡ് ആണോ? അതെ, മാരീഡ്. ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് ആയിരുന്നോ? അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ചെയ്തു എന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്? അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ബെറ്റർ? അറേഞ്ച് മാരേജ് ആണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് തോന്നുന്നു. എന്താ കാര്യം? അറേഞ്ച് മാരേജ് ആകുമ്പോൾ ഇപ്പം നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ലവ് മാരേജ് ആകുമ്പോൾ പാരൻസ് ഒക്കെ അടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് അറേഞ്ച് മാരേജ് നല്ലതാണ്. നമ്മളിപ്പോൾ എന്ത് വിഷയം ഉണ്ടായാലും പാരൻസ് ഇടപെടുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അത് ഒത്തുതീർപ്പായി പിന്നെ നമ്മൾ കൂടെ ജീവിക്കാം എന്ന് തോന്നുന്നു. ലവ് മാരേജിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് കാണും, പക്ഷെ എനിക്കറിയത്തില്ല. അറേഞ്ച്ഡ് മാരേജിൽ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ പിടിച്ച് കെട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയോട് യോജിക്കുന്നുണ്ടോ? അറേഞ്ച് മാരേജ് ആകുമ്പോൾ ലവ് മാരേജും 18 വയസ്സ് ആവാൻ നോക്കിയിരിക്കല്ലേ പെൺകുട്ടികൾ ഇപ്പോൾ ലവ് മാരേജിലോട്ടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അറേഞ്ച് മാരേജ് ആകുമ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് പഠിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ദിനംപ്രതി കൂടി വരുന്ന ഈ ഡിവോഴ്സ് ഏത് വിവാഹ രീതി കാരണമാണ് കൂടുതൽ ഉണ്ടാവുന്നത്? ലവ് മാരേജ് എന്നാണ് പൊതുവെ പറയുന്നത്. എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഡിവോഴ്സ് ഇപ്പം അതൊന്നും ഇപ്പോൾ അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും രണ്ട് വ്യക്തികളുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലവ് മാരേജിൽ കൂടുതൽ ഡിവോഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്, അറേഞ്ച് മാരേജിലും ഇപ്പോൾ കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അവിടെ ഒരു പൊരുത്തമില്ലായ്മയാണ് ഡിവോഴ്സിന്റെ ഏറ്റവും വലിയ കാരണം. അവരുടെ ക്യാരക്ടറും തമ്മിൽ യോജിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിൽ കലാക്ഷിക്കും. അല്ലാതെ ഇപ്പോൾ ലവ് മാരേജ് ആയതുകൊണ്ട് ഡിവോഴ്സ് നടന്ന അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് ഡിവോഴ്സ് നടന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്. ലവ് മാരേജ് ചെയ്യുന്നവർ കൂടുതൽ കാലം അങ്ങനെ പോകത്തില്ല, പെട്ടെന്ന് അടിച്ചു പൊളിഞ്ഞു പോവും എന്നൊക്കെയാ പറയണേ. ഇപ്പൊ ഡിവോഴ്സ് അറേഞ്ച് മാരേജ് ആയാലും ഡിവോഴ്സ് കൂടുതൽ നടക്കാറുണ്ട്. ചേച്ചി പേര്? പേര് ലിജി. മാരീഡ് ആണോ? അതെ, മാരീഡ് ആണ്. അറേഞ്ച്ഡ് ആയിരുന്നു ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. അവ ഇല്ല ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ലവ് മാരേജ് ചെയ്തു എന്ന വ്യക്തി എന്ന നിലയിൽ അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആയിരുന്നു ബെറ്റർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺസിനെ ഡിപ്പെൻസ് ഉറപ്പായിട്ടും. ലവ് മാരേജ് ചെയ്ത് ഫെയിലിയർ ആയവരുണ്ട്, അറേഞ്ച്ഡ് ആയത് ഫെയിലിയർ ആയവരുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് ഓരോരുത്തരെ ഡിപ്പെൻസ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്നു എന്നതിനനുസരിച്ച്. അപ്പോൾ ഈ ഡിവോഴ്സ് നടക്കുന്നതിന് കൂടുതൽ കാരണം ലവ് മാരേജ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒരുപാട് പേരുടെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ എന്താ ചേച്ചി? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഞാൻ പറയുന്നത് അവർ തമ്മിലുള്ള ഒരു ഇത് അതിപ്പം മനപ്പൊരുത്തം. മനപ്പൊരുത്തം അത്രേ ഉള്ളൂ. മനപ്പൊരുത്തം എന്ന് മാത്രമല്ലടാ, ഒരു എന്ന് വെച്ചാൽ എന്താ പറയാ, പരസ്പരം കൊടുക്കുന്ന ഫ്രീഡം, ഓരോ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ. ഈ അറേഞ്ച്ഡ് മാരേജിൽ കൂടുതലും ഈ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ പിടിച്ചു കെട്ടിക്കുന്ന രീതി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു രീതിയോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പെൺകുട്ടിക്ക് തോന്നണം ഞാൻ ഓക്കെ ആണ്, ഇപ്പം മാരീഡിന് ഞാൻ പ്രിപ്പയർഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില കുടുംബത്തിൽ അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റാത്ത പെൺകുട്ടികളുണ്ട്, പെട്ടുപോകുന്ന പെൺകുട്ടികളുണ്ട്, പഠിക്കാൻ പോലും പറ്റാതെ. ചേച്ചിയുടെ അവര് തന്നെ അത് സ്ട്രോങ് ആയിട്ട് പറയണം, അല്ലാതെ നമുക്കതില് ഓപ്ഷൻ. സെബാസ്റ്റ്യൻ മാരീഡ് ആണെന്ന് അറിയാം, മാരീഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് എന്ന നിലയ്ക്ക് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ബെറ്റർ? അത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പരസ്പരം അറിഞ്ഞ് അങ്ങനെയുള്ള ഒരു ലവ് മാരേജ് പ്ലസ് അറേഞ്ച്ഡാണ്
ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഒരു പിന്നെ അവരുടെ ഒരു പിന്നെ ആശീർവാദത്തോടുകൂടി ഒരു സ്നേഹിച്ച് അവർ തന്നെ കണ്ടുപിടിച്ചിട്ട് അവരുടെ മാതാപിതാക്കളുടെ അനുഭവത്തോടു കൂടി നടത്തുന്ന കല്യാണങ്ങളായിരിക്കും കുറച്ചുകൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടീവായിട്ട് ഫാമിലി കൂടി ഉണ്ടാവണം. മറ്റേതാകുമ്പോൾ കൂട്ടുകാരുണ്ടാവും, പക്ഷേ എത്രത്തോളം ഉണ്ടാവും. മറ്റേ ഫാമിലി ആകുമ്പോൾ പൂർണ്ണമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം. അപ്പോൾ അറേഞ്ച്ഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ. ലവ് മാരേജ് പിന്നെ കുട്ടികൾക്ക് പരസ്പരം അറിയാനുള്ള ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ഇയാളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതിനേക്കാളും പരസ്പരം അറിഞ്ഞിട്ട് പാരന്റ്സിന്റെ അനുഭവത്തോടുകൂടി കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചേട്ടൻ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ ദിനംപ്രതി കൂടി വരുന്ന ഡിവോഴ്സിന്റെ കാരണം അതെ ഏത് വിവാഹ രീതിയാണോ, എന്താ ചേട്ടന്റെ അഭിപ്രായം? ഡിവോഴ്സിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് ഇതുപോലെയാണ്. നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ട് സ്നേഹിച്ചു, പരസ്പരം അവരെ കൂടുതൽ അറിയത്തില്ലായിരിക്കും. പരസ്പരം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണത് അയാളുടെ കൂടെ ജീവിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. നമ്മളിങ്ങനെ കാണുമ്പോഴുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അയാളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ ആരാണ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ നേരത്തെ കണ്ടിരുന്ന കാര്യങ്ങളല്ല പിന്നെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇവർ മനസ്സിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് പരസ്പരം ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിവോഴ്സിലോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് അറേഞ്ച്ഡ് മാരേജിലും വരുന്നുണ്ടല്ലോ ഡിവോഴ്സ്. അറേഞ്ച്ഡ് മാരേജും വരും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാരൻസ് അതിനകത്ത് ഒരുപാട് എന്ത് ചെയ്യുന്നറിയാം, അതിനകത്ത് അവരുടെ ഒരു ഇന്റർഫിയർ അതിനകത്ത് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അവർ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും പറ്റാത്താണെങ്കിൽ ഡിവോഴ്സിലോട്ട് പോവുക. അതല്ല ശരിയാ ചെറിയ രാവിലെ ചായ ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആവുന്ന രീതി തന്നെ ഇപ്പോഴൊക്കെ കാണാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ അതിന് പകരം വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന് മാത്രം ഡിവോഴ്സിലോട്ട് പോകുന്ന രീതി, അത് ഈ പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴാണ് പെട്ടെന്ന് ഈ ഡിവോഴ്സ് ഉണ്ടാകാനുള്ളത്. അതായത് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലിയുണ്ട്, അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ചെറിയായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴെന്ത് ചെയ്യും, അവർ ഡിവോഴ്സിലോട്ട് പോകുന്ന ഒരു ഇതിലോട്ട്. അതാണ് ഈ കൂടുതൽ ഡിവോഴ്സ് ഇങ്ങനെ അടുത്ത കാലത്ത് കൂടിക്കൊണ്ടിരിക്കും. എന്താ മോളുടെ പേര്? നന്ദിത. മാരീഡ് അല്ലല്ലോ? മാരീഡ് അല്ല, കാണുമ്പോ അറിയാം. അപ്പോൾ ഇനി ഭാവിയിൽ മാരി ചെയ്യുകയാണെങ്കിൽ ലവ് മാരേജ് ചെയ്യോ അറേഞ്ച്ഡ് ചെയ്യോ? ലവ് മാരേജ്. കാരണം എന്താ? കാരണം ഒരാളെ മനസ്സിലാക്കി അയാളോട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്. അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണ് കാണാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ആലോചനയായിട്ട് വരുമ്പോഴല്ലേ അവരുമായിട്ട് കാണുന്നു സംസാരിക്കുന്നു. അപ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ അതിൻ്റെ ഒരു ചായ കുടിച്ച ബന്ധത്തിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു രീതി അല്ലേ? ലവ് മാരേജ് ആണെങ്കിൽ നമ്മൾ ആ ഒരു വൈബിലൊക്കെ പോകുമല്ലോ, അതുകൊണ്ട് മനസ്സിലാക്കി ആ ഒരു വൈബ് ജീവിതകാലം മുഴുവൻ കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതുണ്ടാവും. ഒരാള് ഭയങ്കര സിൻസിയർ ആയിട്ട് എന്നിട്ട് മറ്റേ അപ്പുറത്ത് ചീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. ഈ ലവ് മാരേജിലാണ് കൂടുതലും ഡിവോഴ്സ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്താ അവന്റെ അഭിപ്രായം? അത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് വരുമ്പോഴത്തേനുമാണ് അങ്ങനെ അല്ലേ? അതെ. പരസ്പരം അങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് വരുമ്പോഴത്തേനും പിന്നെ ഈ മെയിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരാളുടെ അഭിപ്രായത്തോട് മറ്റേ ആളെ യോജിക്കാണ്ട് വരുമ്പോഴും ആകെ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ ഈഗോ, അത് രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാകും. പക്ഷെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. അഡ്ജസ്റ്റ് ചെയ്തില്ലാന്ന് വരുമ്പോഴത്തേനും ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ മോള് പറയുന്നത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഒരാളെ കെട്ടുന്നതാണ് നല്ലത് അല്ലേ? വീട്ടുകാര് കണ്ടുപിടിച്ച് തരുന്ന പയ്യനെ കെട്ടാത്തതാണ് നല്ലത്. ലവ് മാരേജ് അങ്ങനെ വീട്ടുകാർ കണ്ടുപിടിച്ച് തരുന്ന പയ്യനെ കെട്ടാത്ത നല്ലതെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ലവ് മാരേജ് എന്നാണ്. മോളെ, ഈ പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ പിടിച്ചു കെട്ടിക്കുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയോട് എന്താ അഭിപ്രായം? എനിക്ക് അതിനോട് അത്ര വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. കാരണം വെച്ചാൽ പെൺപിള്ളേർ മെയിനായിട്ട് വെച്ചാൽ ശരിക്കും ഒരു കല്യാണത്തിന് മുന്നേ
ഒന്ന് ജോലിയായിട്ട് ഒന്ന് സ്റ്റേബിളായിട്ട് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിലേക്ക് ഇപ്പം തന്നെ കുറേ ഈ ഡൗറിയുടെ പേരിലാണെങ്കിലും അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്വന്തം കാലിലൊരു ജോലി ഇല്ലയെന്നും കൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ നേരിടുന്നവരും ഉണ്ട് കുറേ പേര്. അപ്പോൾ അങ്ങനെ അനുഭവിക്കാൻ എനിക്കും താല്പര്യമില്ല. ഞാനും സ്റ്റേബിളായിട്ട് കല്യാണം കഴിക്കത്തുള്ളൂ. ഡൗറി പ്രോബ്ലം കൂടുതൽ അനുഭവിക്കുന്നത് ഏത് രീതിയിലായിരിക്കും? അറേഞ്ച്ഡ് ആയിരിക്കും, ലവ് മാരേജിലായിരിക്കും? രണ്ടിലും ഉണ്ട്. അറേഞ്ച്ഡ് മാരേജിലും ഉണ്ട്, ലവ് മാരേജിലും ഉണ്ട്. ലവ് മാരേജിൽ വീട്ടിൽ സമ്മതിക്കാണ്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെയുള്ളതിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അറേഞ്ച് മാരേജിലും ഉണ്ട്. കാരണം ഡൗറി ഇപ്പോൾ വീട്ടിൽ കല്യാണം ആലോചിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ കെട്ടിക്കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴത്തേനും നീ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്നുള്ള ഡയലോഗൊക്കെ കേൾക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്നാ പറയുക, ഈ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ന്യൂസിൽ വരുന്ന സംഭവങ്ങളെ കാണുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോഴും നമ്മൾ അറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സമൂഹത്തിൽ പുറത്തു വിടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ എന്താ ചേച്ചി പേര്? നിഷ. നിഷ. മാരീഡ് ആണോ? മാരീഡ് ആണ്. എത്ര വർഷമായി? നമ്മളത് ഒരു 18 വർഷം, 18 വർഷം. അറേഞ്ച്ഡ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ബെറ്റർ? രണ്ടും ബെറ്ററാണ്. നമ്മൾ ജീവിക്കും പോലെ ഇരിക്കും. രണ്ടും ബെറ്ററാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ രണ്ടും ജീവിക്കും പോലെ ഇരിക്കും. ജീവിത രീതി എങ്ങനെയാകുമ്പോൾ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു മനപ്പൊരുത്തം, അതാണ് ഉദ്ദേശിച്ചത്. അത്രയാണ്. ഇപ്പൊ എല്ലാം ഒരുപോലെ ആണല്ലോ. ലവ് മാരേജ് ആയാലും അറേഞ്ച് ആയാലും പ്രശ്നം. ലവ് പ്ലസ് അറേഞ്ച്ഡ് ആയിരുന്നു? അതെ, ലവ് മാരേജ്. ലവ് മാരേജ് ആയിരുന്നു. ഓക്കെ. ഈ കൂടി വരുന്ന ഡിവോഴ്സ് ഇല്ലേ, അതിന് ഏറ്റവും കൂടുതൽ കാരണം ലവ് മാരേജ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇപ്പൊ രണ്ടും ഒരുപോലെ തന്നെ. രണ്ടുപേരും ഇപ്പൊ രണ്ട് ലവ് മാരേജ് എല്ലാം അറിയുന്നതെല്ലാം അവർ ജീവിക്കുന്ന രീതി പോലെ ഇരിക്കും. അതുകൊണ്ട് ലവ് മാരേജിൽ തന്നെ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. അറേഞ്ചിന് അവർ തമ്മിലുള്ള കല്യാണം, ഇപ്പൊ പുറത്തത് കല്യാണം നടത്താൻ പ്രശ്നങ്ങളില്ല. അതില് ആൾക്കാർ കാണും, ഇതിൽ ആൾക്കാർ കാണില്ല. ഒരു കണക്ക് ആൾക്കാരില്ലായിരിക്കണമല്ലോ. അതും കൂടി ഇട്ട് വലുതാക്കി എടുക്കും. അത്രയുള്ള അതിപ്പോ ചേച്ചി പറയുന്ന ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ആരും നമ്മളവിടെ കാണത്തില്ല, അല്ലേ? അത് നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ അനുഭവിക്കണം. പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുമ്പേ കെട്ടിച്ചു വിടുന്ന ഒരു രീതിയില്ലേ, ആ രീതിയോട് എന്താ പ്രതികരണം? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഒരു ജോബ് കിട്ടുന്നതിനൊക്കെ മുന്നേ ജാതകത്തിന്റെ പേരിലും അതിന്റെ ഇതിന്റെയൊക്കെ പേരിൽ പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കത്തില്ലേ? അപ്പൊ ജാതകം പറയും 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു രീതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി, പെൺകുട്ടികളെ അതിന് ജോലി വേണം. ഉണ്ടായിട്ട് അതിനെ കല്യാണം കഴിപ്പിച്ചു. ഏത് പ്രശ്നം ഉണ്ടായാലും അത് ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ അടുത്തോടെ നിന്ന് അതിനെ ചെയ്യാം. മറ്റത് ജോലിയില്ല ഒന്നുമില്ലാകുമ്പോൾ അവർ വേറെ ഇതിലോട്ട് ചിന്തിച്ചൊന്ന് പോകും. ഇപ്പം കുട്ടിയുണ്ടോന്നോ അതൊന്നും ചിന്തിക്കില്ല. അവരത് സ്വയം ജീവിതം നശിപ്പിക്കാനുള്ള ഒരിത്. ഇത് ജോലിയുണ്ടെങ്കിൽ കുറച്ചൊരു ധൈര്യം കാണും. നമുക്ക് ജോലിയുണ്ടല്ലോ, നമുക്ക് ജീവിക്കാം, കുട്ടിയെ കൊണ്ട് നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ളത് ആ ഒരു ഇതാണ്. ഒരു കണക്ക് ജോലിയായിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതാണ് നല്ലത്. എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. ഡൗറി പ്രോബ്ലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതിൽ ഏത് രീതിയാണ്? അത് സാധാ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ, ഉരുപ്പടിയൊക്കെ ഇപ്പോൾ കുറഞ്ഞാലും കൂടിയാലും ഉള്ളവർക്ക് ഇട്ടായിരിക്കും, ഇല്ലാത്തവരും തിരിയും. അത് കുറയുമ്പോൾ ആദ്യം 2 കൊല്ലമൊക്കെ പ്രശ്നമില്ലായിരിക്കും. പിന്നെ അത് സംസാരങ്ങൾ കുടുംബത്തിൽ നിന്നൊന്നും തിരിയും. മാരീഡ് ആണല്ലോ? മാരീഡ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞ് 25 വർഷമായി. 25 വർഷമായി. ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച്ഡ് ആയിരുന്നു? അറേഞ്ച്. ലവ് വിത്ത് അറേഞ്ച്. അപ്പോൾ ഏത് മാരേജ് ആണ് ബെറ്റർ? ലവ് ആണോ? ബെറ്റർ എന്ന് പറഞ്ഞാൽ അറേഞ്ച്. ലവ് ഓക്കെ, വേറെ അറേഞ്ച് വേണം. ഒളിന്ന് പറ്റൂല. അറേഞ്ച് ഇല്ലെങ്കിൽ അവിടെ കുഴപ്പങ്ങൾ തന്നെ നടക്കണത്. പുറമെ പിള്ളേർക്ക് വന്നിട്ട് എന്തില്ല, ഒരു താഴ്ന്ന കുളം വരണില്ല പിള്ളേരുടെ അടുത്ത്. അറേഞ്ച് ലവ് പണി പോവും. പോയിട്ട് കുറച്ച് ദിവസം കഴിയപ്പോൾ അയ്യോ അവൻ എന്തെങ്കിലും ഒരു ചിന്ന ഒരു പിണക്കങ്ങൾ വരുമ്പോൾ എടുത്ത് ചാടിയിട്ട് ഡിവോഴ്സ് എന്നുള്ള ഒരു കണക്ഷൻ. കൂടുതൽ ഡിവോഴ്സ് ഏതിലാണ് നടക്കുന്നത്? ഏത് വിവാഹ രീതിക്കാണ് നടക്കുന്നത്? ഇത് തന്നെ, ലവ് തന്നെ.
അറേഞ്ച്ഡ് ആകുമ്പോഴത്തേക്ക് ഒരു അമ്മ പെറ്റോരടുത്ത് പറഞ്ഞ് കുറച്ച് പുരി വയ്ക്കാം ഇങ്ങനെ എന്തായാലും ഇതിന്റെ ജീവിതം ഇങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു ഇത് പറഞ്ഞു കൊടുക്കും. പേരൻസ് പറഞ്ഞു കൊടുക്കും. ഇത് പേരൻസിനെ മീറി പോണതാണ് അത് ലവ് പോണത്, ഓടിപ്പോണത്. അപ്പൊ ഓടിപ്പോയി അവർ എന്തൊക്കെ സുഖത്തെ കണ്ടു പോവും. അവിടെ പോകുമ്പോൾ അവർക്കൊന്നും അവിടെ ഇരിക്കൂല. ഉടനെ അവർ അവിടെ നിന്ന് മുറിച്ചിട്ട് വരും. ഇത് തന്നെ ലവ് വിത്ത് അറേഞ്ച്മെന്റ് ഓക്കെ എന്ന് വിചാരിക്കും. ബെറ്റർ. ഈ കുട്ടികളെ ഒരു സ്വന്തം കാലം എന്ന് വെച്ചാൽ ജോബ് കിട്ടുന്നതിന് മുന്നേ പിടിച്ച് കെട്ടിക്കുന്ന ഒരു രീതിയില്ലേ, മനസ്സിലായില്ലേ? ആ ഒരു രീതിയോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് പഠിച്ച് ഒരു വേല വാങ്ങിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ബെസ്റ്റ്. അത് ഏത് പേരൻസിന് അത് ബെസ്റ്റ് തന്നെ. പിന്നെ ഈ വയസ്സ് അതൊക്കെ നോക്കും, വീട്ടിന്റെ സൂழ்நிല അതിനെയൊക്കെ നോക്കുമ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് പഠിപ്പ് കണ്ടിന്യൂ വേണം. പഠിപ്പം തുടർന്ന് പഠിച്ചിട്ടിരുന്നാ നല്ലതെന്ന് വിചാരിക്കുന്നത്. ഫാത്തിമ അത് മാരീഡ് അല്ലല്ലോ? മാരീഡ് അല്ല. അവൾ ഭാവിയിൽ മാരി ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഭാവിയിൽ ആരെയും മാരേജ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും, അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും? ഞാൻ ഓഫ് കോഴ്സ് ലവ് മാരേജ് ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് ഫാമിലി പറയുന്ന ഒരാളെ നോക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാതെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ ഞാൻ ലവ് മാരേജ് പ്രിഫർ ചെയ്തോളൂ. വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് ലവ് മാരേജ് ചെയ്താൽ? നമുക്ക് ആ ആളെ പറ്റി കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഇപ്പം പിന്നെ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ തന്നെ നമുക്ക് ഫാമിലി വരത്തില്ല, കൂടെ കാണത്തില്ല. അതൊരു ഇഷ്യൂ ആണ്. ഇപ്പം തന്നെ എനിക്കിപ്പോൾ ഒരു ലവ് മാരേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ ഫാമിലി കൂടെ കാണത്തില്ല. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ലവ് മാരേജ് പ്ലസ് അറേഞ്ച് മാരേജ് അങ്ങനെയായിരിക്കും ഞാൻ നോക്കുന്നത്. വീട്ടിൽ പറഞ്ഞ് മാക്സിമം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ട് കൂടെ പോകും. ഓക്കെ. പിന്നെ ഈ ഓരോ കുട്ടികളെ ഈ സ്വന്തം കാലിൽ നിൽക്കുന്നതിനുമേ ജോബ് ആകുന്നതിനുമേ പിടിച്ചു കെട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയുടെ എന്താ പ്രതികരണം? അത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇപ്പം എന്ന് വെച്ചാൽ അറേഞ്ച് മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. കല്യാണത്തിന് മുന്നേ അത് അറേഞ്ച്ഡ് ആയിരിക്കുമല്ലോ. അങ്ങനെ കെട്ടിക്കുകയാണെങ്കിൽ ജാതകത്തിന്റെ പേരൊക്കെ പറഞ്ഞ് ചിലർ പെട്ടെന്ന് വീട്ടുകാർ പിടിച്ചു കെട്ടിക്കത്തില്ലേ? അതൊട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഡ്യൂക്കേഷനാണ് വാല്യൂ കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ ശേഷം ഒരു ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ തന്നെ നമുക്കിപ്പം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ദിനംപ്രതി കൂടി വരുന്ന ഒന്നാണ് ഡിവോഴ്സ്. ഈ ഡിവോഴ്സിന്റെ മെയിൻ കാരണം ലവ് മാരേജ് എന്നാണ് ഏകദേശം ഉള്ളവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താ എൻ്റെ അഭിപ്രായം? ഒരിക്കലല്ല. എന്താ അറേഞ്ച് മാരേജിൽ ഡിവോഴ്സ് സംഭവിക്കാറ്? അതങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ആരുടെ കൂടെയാണോ ജീവിക്കുന്നത് ആ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പോകുന്ന ഫാമിലി ഇപ്പോൾ എത്രയോ അറേഞ്ച് മാരേജ് പോകുന്ന ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലവ് മാരേജ് ആണ് കാരണം എന്ന് പറഞ്ഞിട്ട് അതിന് സ്റ്റാൻഡല്ല. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഡൗറി പ്രോബ്ലം കൂടുതൽ വരുന്നത് ലവ് മാരേജിലാണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കൂടുതൽ അറേഞ്ച് മാരേജിലാണ് അങ്ങനെ ഒരു വിഷയം വരുന്നത്. ഫാമിലി തമ്മിൽ അറേഞ്ച് ചെയ്ത് അവർ തമ്മിൽ വരുന്ന ഒരു നെഗോസിയേഷൻ തന്നെ ഡൗറിയുടെ ബേസിലാണ്. അവർ ഇൻ കേസ് ഒന്നും വേണ്ടാന്ന് തന്നെ പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ കാണും കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാനാവും എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ലവ് മാരേജ് ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം കാണത്തില്ല. ഞാൻ ഇപ്പം ഗോൾഡ് ഒന്നും എൻ്റെ കല്യാണത്തിനെന്ന് വെച്ചാൽ 0 ഗോൾഡ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ വീട്ടിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും 0 ഗോൾഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വരുന്ന മാത്രം കല്യാണം കഴിക്കും. അറേഞ്ച് മാരേജ് ആണെങ്കിൽ നടക്കത്തില്ല. അപ്പൊ കല്യാണത്തിന് പോയാൽ തന്നെ ആൾക്കാരോടൊന്ന് പറയുന്നുണ്ടാവും എത്ര സ്വർണം, അതൊക്കെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും വിലയിരുത്തുന്നത്. അപ്പൊ വീട്ടുകാർക്കൊക്കെ സമ്മതമാണോ ആ ഒരു രീതി? അത് സമ്മതമാണ്. ഇപ്പോഴേ പറഞ്ഞു. ഞാൻ LLB ആണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ എല്ലാവർക്കും ഉണ്ടെന്നാണ് തോന്നുന്നത് ഡൗറി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് പണ്ട് മുതലേ ഉള്ള നിയമമാണ്. പക്ഷെ അത് ഇതുവരെ പ്രാബല്യത്തിലാണ്. അത് കോമൺ ആയിട്ട് അങ്ങനെ ഫസ്റ്റ് അഡ്മിഷൻ സമയത്ത് തന്നെ അത് ചെയ്യുന്നുണ്ട്. അതായത് ഡൗറി കൊടുക്കാനോ വാങ്ങിക്കാനോ പാടില്ല എന്നുള്ളത് എഗ്രിമെന്റ് പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പം അത് വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട.
പേര് അശ്വതി. അശ്വതി മാരീഡ് ആണല്ലോ? മാരീഡ് ആണ്. സിഗ്നൽ കിടക്കണമായിരുന്നു. കണ്ടല്ലേ? അവൾ ഈ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പൊ അറേഞ്ച്ഡ് മാരേജ് എന്ന നില ഏത് മാരേജ് രീതിയാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്? അറേഞ്ച്ഡ് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നത്. ഇത് തന്നെയാണ് ബെറ്റർ. അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ടും ലവ് ചെയ്യാലോ ആ ഒരു രീതി. ഈ പെൺകുട്ടികളെ ഒരു സ്വന്തം ജോബുണ്ടോ? ഉണ്ട്. അപ്പൊ ജോബ് ഉണ്ടാവുന്നതിന് മുന്നേ പിടിച്ചു കെട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയോട് യോജിക്കുന്നുണ്ടോ? ജോബ് കിട്ടിയിട്ട് കെട്ടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മേടിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഇഷ്ടം. മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പം 1 വർഷം കഴിഞ്ഞു. ഡൗറി പ്രോബ്ലം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലവ് മാരേജ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നമുക്ക് ഇതുവരെയ്ക്കും അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, സോറി, ഡൗറി പ്രോബ്ലം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടല്ലേ മാരേജ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്ക് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നേരെ കണ്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പം അതിനെപ്പറ്റിയൊന്നും അവർ ചോദിച്ചിട്ടുമില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല. ആ ഒരു പ്രശ്നം ഇല്ല. ഏത് രീതിയിലാണ് നമ്മുടെ ഡിവോഴ്സ് കൂടുതലായിട്ട് നടക്കുന്നത് എന്ന് തോന്നിയിട്ടുള്ളത്? അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും പൊരുത്തക്കേടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ല, ഏത് വിവാഹ രീതിയിലാണ് കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്? എന്താ അഭിപ്രായം? അത് രണ്ടും നടക്കുന്നുണ്ട്. അറേഞ്ച്ഡ് നടക്കുന്നുണ്ട്, ലവ് മാരേജിലും അങ്ങനെ നടക്കുന്നുണ്ട്. ഓരോരോ കാരണങ്ങളായി, ഓരോരുത്തർ വ്യക്തി കാരണങ്ങളല്ലേ. കപ്പിൾസുകളായി കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടാണ് നമ്മൾ ഇനി ഈ കല്യാണം അവർ കഴിക്കുമോ, ഇനി അവർ ലവ് മാരേജ് ചെയ്യുമോ എന്നൊരു അറിയാത്തൊരു സാഹചര്യം ചിന്തിച്ചിട്ടുണ്ട്. അതെന്നുവെച്ചാൽ കപ്പിൾസുകൾ വന്നിരുന്നിട്ട് ഡെയിലി ഓരോ, ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ തന്നെ 2-3 പേര് കറക്റ്റായിട്ട് വന്നിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് വേറൊരാളുമായിട്ട് വന്ന് പറഞ്ഞതുവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചവൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, അത് നമ്മൾ ടൈം പാസിന് വന്നതാണെന്ന്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകണം. ഇനിയുള്ള കാലങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അത് എല്ലാം കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് ഇനി എല്ലാം അങ്ങനത്തെ ഒരു കാലം ഇനി വരും. ഇനി ആയിരിക്കും കല്യാണം എന്നുള്ള ഒരു ഇത് ഉണ്ടാവുമോ എന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ലിവിങ് ടുഗദർ അതായത് എല്ലാവർക്കും ഇനി അവർ ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് അവർ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി വരുന്നത്. കല്യാണമായിട്ട് പണ്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ കല്യാണം. വീട്ടിലുള്ള അച്ഛനും അമ്മയും അതായത് മാമന്മാരും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു കല്യാണം ഇനി സ്വപ്നത്തിൽ മാത്രം ബാക്കിയുള്ളതെല്ലാം ഇനി അവരെ ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു കല്യാണമായിരിക്കും ഇനി വരുന്നത്. അതെന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ഈ വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ഡിവോഴ്സ് എന്ന് പറയണത് അത് ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയും മനസ്സിന്റെ ഒരു ഇതാണ്. ഡിവോഴ്സ് ആവണം വേണ്ടത്. അവർ നല്ല രീതിയിൽ പെരുമാറി പോയി കഴിഞ്ഞാൽ ഓക്കെ. അതല്ല ചെറിയ ഈഗോകളൊക്കെ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് തന്നെ ആവും. എന്നുവെച്ചാൽ ഇനിയുള്ള കാലങ്ങൾ അങ്ങനെ, അതാണ് നേരത്തെ പറഞ്ഞത്, ലിവിങ് ടുഗദർ പറഞ്ഞില്ലേ. എനിക്ക് ഇഷ്ടമുള്ളത് ആൾക്കാരെ ഇനി അത് കഴിഞ്ഞു ഇങ്ങനെ കണ്ടെത്തി പോകുന്ന ഒരു, ഇപ്പോഴുള്ള ഇപ്പം തന്നെ നമ്മളെ ഇവിടെയുള്ള കുട്ടികളെല്ലാവരും വിദേശത്തേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് +2 ഇതൊക്കെ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അവർ വിദേശ പഠനത്തിന് പോയി അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്ത് അവിടെ കാശുണ്ടാക്കി ഇവിടെ നിൽക്കാൻ ആരുമില്ല. വിദേശ കൺട്രീസിലാണ് ഇപ്പം എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ ഞാൻ TV ഒരു ന്യൂസിൽ കണ്ടതാണ്. നഴ്സുമാരാണ് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പെൺകുട്ടികൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കാശ് കൊടുത്ത് നഴ്സിംഗ് പാസ്സായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന 10 രൂപ 12 രൂപ ഞങ്ങൾ യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ പോകണം എന്നുള്ള ഇതാണ് പറയണത്. ഇനിയുള്ള കാലങ്ങളിൽ ഈ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളെല്ലാം പൂട്ടി ഇവരെല്ലാവരും വിദേശത്ത് പോകും. ഈ വയസ്സായ നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കേണ്ടി വരും. ഇതിലേത് വിവാഹ രീതിയാണ് ഡിവോഴ്സിന് കൂടുതൽ കാരണം? അറേഞ്ച്ഡ് ആണോ അതേ ലവ് മാരേജ് ആണോ? അത് ലവ് മാരേജ് ആണ് മിക്കപ്പോഴും ഡിവോഴ്സായി പോകുന്നത്.
ലവ് മാരേജാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള ലവ് മാരേജുകളാണ് എല്ലാം നല്ല രീതിയിൽ കഴിയുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളറിഞ്ഞില്ല ഇതൊരിക്കലും നമ്മളങ്ങനെ ആയിട്ടില്ല. ഡിവോഴ്സ് വക്കോരെ വന്നിട്ടുള്ള നമ്മളങ്ങനെ പോയിട്ടില്ല. എൻ്റെ മക്കൾ എനിക്കിപ്പോൾ 3 മക്കളുണ്ട്. അത് നന്നായിട്ട് പഠിക്കുന്നു. മോൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, മോള് BA പഠിക്കുന്നു, ഇളയാളിപ്പം 10ാം ക്ലാസ് പാസ്സായി. നമ്മളങ്ങനെ കഴിഞ്ഞു പോകുന്ന സന്തുഷ്ട കുടുംബമാണ്. ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവരും അങ്ങനെ വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ ജോബ് കിട്ടുന്നതിന് മുന്നേ പിടിച്ചു കെട്ടിക്കുന്ന ഒരു രീതി ഇല്ലേ? ആ ഒരു രീതി ഇപ്പം ഇല്ലല്ലോ. ഇപ്പോഴും ഉണ്ട് ആ ഒരു രീതി. ജാതകത്തിന്റെ പേരിലും 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കെട്ടിച്ചുകൂടാ അങ്ങനെയൊക്കെയുള്ള. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും മെമ്മറി പവറുണ്ട്. അവർക്ക് അറിയാം ഏത് രീതിയിൽ പോയാൽ എങ്ങനെയൊക്കെ വരണമെന്ന് അവർക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഇപ്പൊ അച്ഛനമ്മയും പറയണതിനെ കേൾക്കാറില്ല. നമുക്ക് പെൺമക്കളെയൊക്കെ വളർത്തണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ പ്രായമായി കഴിഞ്ഞാൽ ഏജായി കഴിഞ്ഞാൽ അവരിഷ്ടത്തിന് പോയി അവരവരിഷ്ടത്തിന് പോയി അവരെ കാര്യങ്ങൾ നോക്കിയാണ്. നമുക്ക് പിന്നെ നമുക്ക് ഒരു 18-19 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഹൈക്കോടതി വിധികളൊക്കെ കൊണ്ട് നമ്മളിവിടെ കാണുന്നതുകൊണ്ട് പറയുകയാണ്. ഹൈക്കോടതി വിധികളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടെ പോയി എവിടെ പോയിരുന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഫാമിലീസൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും അവരെ നമ്മൾ കൂടുതൽ ബലാത്കാരമായിട്ടൊന്നും പറയുന്നില്ല. അവരൊന്നും ഇരിക്കുമെന്നും പോകുന്നു. സരസ്വതി കല്യാണം കഴിച്ച് ചെറുകുട്ടികളൊക്കെ ഉണ്ടല്ലോ. സ്നേഹിച്ച് കെട്ടിയതാണോ അത് വീട്ടുകാര് കെട്ടിച്ചു കൊണ്ടുവന്നാണ്? അന്നത്തെ കാലത്ത് അതൊന്നും നടപ്പാവുന്ന കാര്യമല്ലല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വിവാഹ രീതി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടുപിടിച്ചല്ലേ കെട്ടുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താ കാര്യം? അത് ശരിയാവില്ല. അവരോരോ ഇഷ്ടത്തിന് അവരവർ പോവാണ്, നമ്മളെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടുകാരാകുമ്പോൾ 4 പേരെ അറിഞ്ഞ് എല്ലാവരും അറിഞ്ഞ് ആണുള്ള കല്യാണം. അതാണ് നല്ല കല്യാണം. അതുകൊണ്ട് എന്ത് ഉപയോഗമാണുള്ളേ? നല്ലതും വരും പൊല്ലാത്തതും വരും. അത് ശരിയാണ്. പക്ഷെ ഇത് ഇങ്ങനെ പോകുമ്പോൾ അതിൽ പ്രശ്നമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ നീ പോയത്, നമ്മൾ തിരിഞ്ഞു നോക്കൂല. പിന്നെ വിവാഹമോചനം കൂടുതൽ നടക്കുന്നത് ഏത് വിവാഹ രീതിയിലാണ്? കണ്ടുപിടിക്കുന്നതാണോ അതേ മറ്റതാണോ? അമ്മാവിക്ക് എന്താ തോന്നിയിട്ടുള്ള? അമ്മയ്ക്ക് എനിക്കൊന്നും പറയാനില്ല. ഈ കാര്യത്തിലൊന്നും മുമ്പോട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള പ്രതിസന്ധിയിൽ അങ്ങനെ അങ്ങ് നീങ്ങി പോണതല്ലാതെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലും ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഇപ്പം ചെറുകുട്ടികളെ പയ്യനെ ഇപ്പം ചെറുകുട്ടികളാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പം വിവാഹം നോക്കുന്നതെങ്കിൽ എങ്ങനെ ഏത് രീതി തിരഞ്ഞെടുക്കും? അവർ കണ്ടുപിടിക്കുന്നതിനോട് യോജിക്കുമോ അതേ നമ്മൾ കണ്ടുപിടിച്ച് കെട്ടിക്കുന്നതിനോട് യോജിക്കുമോ? കണ്ടുപിടിച്ച് കെട്ടിക്കുന്നവരോട് യോജിക്കും. ചെറുകുട്ടി മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? കഴിഞ്ഞ്. എല്ലാം എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ നടന്നു. കണ്ടുപിടിച്ചത് തന്നെ കെട്ടി. എന്ത് ചേട്ടന്റെ പേര്? ദീപു. മാരീഡ് അല്ലേ? മാരീഡ് ആണല്ലോ. ഫാമിലിയാണല്ലോ വന്നേക്കുന്നത്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 8 വർഷമായി. അറേഞ്ച്ഡ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് കഴിച്ചു എന്ന നിലയിൽ ഏത് മാരേജ് ആണ് ബെറ്റർ? അറേഞ്ച്ഡ് ആണോ ലവ് ആണോ? എന്റെ അനുഭവത്തിൽ അറേഞ്ച് ലവ് മാരേജ് അല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. ലവ് മാരേജ് ആയി കഴിഞ്ഞിട്ട് എല്ലാവരും ജീവിക്കുന്നവരും ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം എന്നാണ് ഉദ്ദേശിച്ചത്. മനപ്പൊരുത്തം അതിനെ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്. ഏത് മാരേജ് ആയാലും അവർ രണ്ടുപേരും ജീവിക്കും പോലെ ഇരിക്കും. ലവ് മാരേജ് ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്, അറേഞ്ച് മാരേജ് ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട്, രണ്ടിൻ്റെ ഇടയിലും പ്രശ്നങ്ങളുള്ളവരും ഉണ്ട്. പിന്നെ ലവ് മാരേജ് എന്നും പറഞ്ഞ് കറങ്ങി നടന്ന് പിന്നെ കെട്ടണം ലാസ്റ്റ്, അത്രയേ ഉള്ളൂ. പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകരുതെന്നുള്ളതേ ഉള്ളൂ. അറേഞ്ച് ആവുമ്പോൾ കുഴപ്പമില്ല. ഈ കൂടി വരുന്ന ഡിവോഴ്സ് അത് ഏത് രീതിയിലാണ് കൂടുതൽ? എന്താ ചേട്ടൻ്റെ ചേച്ചിയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ പരസ്പരം മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ വിവാഹ രീതിയുടെ പ്രശ്നമല്ല. അത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും പിന്നെ ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ്. കുറച്ചുകൂടെ ലഹരിയുടെ ഉപയോഗങ്ങൾ വരുന്നുണ്ട് ഫാമിലിയിൽ. അത് പ്രശ്നമാണ്. വൈഫ് പറയുന്ന ഹസ്ബൻഡ് കേൾക്കുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് ലഹരി ഉപയോഗിക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്, ഒരു ചോയ്സ് ഇല്ലാതായി. പിന്നെ ഡൈവേഴ്സ് അങ്ങനെ പോകും. ഡൗറി പ്രോബ്ലം ഉണ്ടല്ലോ.
പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് താൽക്കാലികം ഇവിടെ ഇല്ലെന്ന് അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് വിവാഹ രീതിയിലാണ്? അറേഞ്ച്ഡ് ആണ്. മേടിക്കുന്നവരുണ്ടല്ലോ. ലവ് മാരേജ് പിന്നെ ഒന്നും ചോദിക്കത്തില്ല, അവർ കൊടുക്കുന്നത് വാങ്ങും. പിന്നെ മാരേജ് കഴിഞ്ഞ ശേഷം ചോദിച്ച് വാങ്ങുന്നവരുണ്ട്. പിന്നെ പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ കെട്ടിച്ചുവിടുന്ന ആ ഒരു രീതിയോട് എന്താ പ്രതികരണം? എല്ലാവർക്കും ഒരു ജോലി കിട്ടിയിട്ട് കെട്ടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു മോളല്ലേ വളർന്നു വരുന്നത്. അതുകൊണ്ടല്ല, ഇപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കല്യാണം ജോലിയൊന്നും ഇല്ലാതെ പോകുമ്പോഴത്തേനും അവിടെ അവർ എന്ത് പറഞ്ഞാലും നമ്മൾ അടിമയെ പോലെ ചിലപ്പോൾ കിടക്കേണ്ടി വരും. നാളെ നമുക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ടെൻഷൻ അവർക്കുണ്ട്. സ്വന്തം കാലിൽ നിന്ന് വളർന്നവർക്ക് ഇപ്പോൾ ഇതല്ല, നമുക്കവിടെ പറ്റിയില്ല എങ്കിൽ പോലും അവർക്ക് ആ ഒരു ടെൻഷൻ വരേണ്ട ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജോലി ഉണ്ടെങ്കിൽ പിന്നെ അവിടെയും നമുക്കൊരു സ്ഥാനം കിട്ടും. വളർന്നു വരുന്ന മകളെ ഏത് രീതിയിൽ വിവാഹം കഴിപ്പിച്ചയക്കും? ഇന്നത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ല. മക്കളെ അതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? വളർത്ത് അവർക്കൊരു ജോലിക്ക് ചാൻസ് ഉള്ള രീതിക്ക് അവരെ പഠിപ്പിച്ച് വലുതാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അവരെ തീരുമാനം എന്താണെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പൊ ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ ഇതുവരെ കേട്ടത്. പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കൗതുകമായ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.